ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇനീഷ്യൽ ചേർക്കേണ്ടി വരുന്ന അവസ്ഥ വരികയാണെങ്കിൽ അതിൽ ചേർക്കാനുള്ള അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഡിമാൻഡ് ചെയ്യാറുണ്ട്, എൻ്റെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇനീഷ്യൽ ചേർക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി, ഇനി ചേർക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അതെങ്ങനെയാണ് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മറ്റു വീഡിയോകളിൽ നമ്മൾ നോക്കിയതാണ് എങ്ങനെയാണ് നെയിം കറക്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് പാരന്റ് നെയിം, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് തിരുത്തുക എന്നുള്ളതൊക്കെ വേറെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇനീഷ്യൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ LST കേരളയുടെ വെബ്സൈറ്റിൽ വന്ന ശേഷം ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലാംഗ്വേജ് എന്നുള്ളത് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ ജനനം തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ 3 കോളങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ മാറ്റമൊന്നും വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, അതായത് ഏത് ജില്ലയുടെ കീഴിലാണ് ആ ഒരു ജനനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഗ്രാമപഞ്ചായത്താണ് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, വേറൊന്നും സാധിക്കില്ല. ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏതാണോ ഓഫീസ് അതോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് അപേക്ഷന്റെ തരം എന്നുള്ളത് വ്യക്തിഗതം കൊടുത്ത് അപേക്ഷന്റെ വിഭാഗം എന്നുള്ളത് പൊതുവിഭാഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അപേക്ഷകനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. അത് അപേക്ഷകൻ എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് ആരെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അവരുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം, ഇനി എല്ലാ ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിക്കാം. തിരിച്ചറിയൽ രേഖ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മളിവിടെ എന്താണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുത്തെങ്കിൽ അതിന്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ആധാർ കാർഡാണ് കൊടുത്തെങ്കിൽ അതിന്റെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപേക്ഷയുടെ അല്ലെങ്കിൽ അപേക്ഷന്റെ പേര് എന്നുള്ള ഭാഗത്ത് അപേക്ഷന്റെ പൂർണ്ണമായിട്ടുള്ള പേര് അതുപോലെ തന്നെ ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്നിട്ട് ഇവിടെ സ്ഥിര മേൽവിലാസം എന്നുള്ള ഭാഗത്ത് വീട്ടുപേര്, സ്ഥലം, പ്രധാന സ്ഥലം, വാർഡ് നമ്പർ, പോസ്റ്റ് ഓഫീസ്, ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക മാനുവലി ആയിട്ട്. വീട്ടു നമ്പറും അസോസിയേഷൻ നമ്പർ നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ കത്ത് ലഭിക്കേണ്ട മേൽവിലാസം നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണെങ്കിൽ ഇവിടെ സ്ഥിര മേൽവിലാസത്തിന് സമാനമാണ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് കൊടുക്കുക. അതിനുശേഷം സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ശരി ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഈ ഫയലിംഗ് ആണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ 3 കോളങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. അടുത്തതെന്നുള്ളത് നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടിയുടെ പേരിന്റെ ഇനീഷ്യൽ വികസിപ്പിക്കൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ജനനത്തീയതിയും കുട്ടിയുടെ ജെൻഡറും അതുപോലെ തന്നെ മാതാവിന്റെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരം മാത്രമാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സെർച്ച് റിസൾട്ടിൽ പ്രകാരമുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരുടെ മാതാവിന്റെ പേര്, പിതാവിന്റെ പേരൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷൻ താഴെ ഉണ്ടാവും. ഇവിടെ പേര് തിരുത്തൽ പ്രയോഗിക്കുക എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 2 തരത്തിലാണ് വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ഒന്ന് അപേക്ഷകന്റെ വിവരങ്ങളും ഒന്ന് നിയമപരമായിട്ട് നമ്മൾ തിരുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങളും. അപേക്ഷകന്റെ വിവരങ്ങളെ ഭാഗത്ത് അപേക്ഷിക്കുന്ന വിധം എന്നുള്ള ഭാഗത്ത് ഇവിടെ സംയുക്തം എന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് അച്ഛന്റെയും അമ്മയുടെയും പേരിലായിരിക്കും നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്, മൈനർ കേസുകളാണെങ്കിൽ മാത്രം. ഇനി എല്ലാ മേജർ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തിഗതം തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തിഗതം കൊടുക്കാവുന്ന മറ്റു സമയങ്ങളാണ് ഈ അച്ഛനും അമ്മയും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വ്യക്തിഗതം കൊടുക്കാവുന്നതാണ്. ഇവിടെ രക്ഷകർത്താവ്, വിവാഹ മോചനം ലഭിച്ച വ്യക്തി, വിധവ, വിഭാഗങ്ങളുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ അപേക്ഷകന്റെ പേര് അതുപോലെ തന്നെ അപേക്ഷകന്റെ സഹാപേക്ഷകൻ ഉണ്ടാവും. 2 പേര് നമ്മൾ കൊടുക്കുമ്പോൾ സഹാപേക്ഷകൻ ഉണ്ടാവും. 2 പേരുടെയും പേര്, 2 പേരുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ശീർഷകം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, അതുപോലെ ശ്രീമതി ആണെങ്കിൽ ശ്രീമതി, 2 പേരുടെയും പേരിനനുസരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപേക്ഷകന്റെ മേൽവിലാസം കൃത്യമായിട്ട് ഇവിടെ ഈ സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ മാത്രം ഇംഗ്ലീഷിലും മലയാളത്തിലും പൂരിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ അപേക്ഷ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് കുട്ടിയുടെ പേര് കാണിച്ചിട്ടുണ്ടാവും. അതിന് സമീപത്തായിട്ട് ഒരു ടിക്ക് ബോക്സ് ഇവിടെ എനേബിൾ ആയിട്ടുണ്ടാവും. മലയാളവും ഇംഗ്ലീഷിലും കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ തിരുത്തേണ്ടത് ആ ഒരു ബോക്സ് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണോ തിരുത്തേണ്ടത് വലതുഭാഗത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ അപേക്ഷ അവിടെ കൃത്യമായിട്ട് സേവ് ചെയ്തതായിട്ട് കാണിക്കും. ഇവിടെ കുറിപ്പുകളാണ് നമുക്ക് ആവശ്യമില്ല. സേവ് എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സമർപ്പിക്കുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അപേക്ഷയുടെ പ്രിവ്യൂ ആണ് കാണാനായിട്ട് സാധിക്കുക. കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക. ശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപേക്ഷകനുമായിട്ട് ബന്ധപ്പെട്ട വാർഡ് നമ്പർ, പേര്, കത്തിടപാടുകൾക്കുള്ള മാർഗം, അത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കസ്റ്റമർക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കൃത്യമായിട്ട് ഒരു പ്രൂഫാണ് നമ്മൾ കൊടുക്കേണ്ടത്. 2 തരത്തിലുള്ള
പ്രൂഫാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഒന്ന്, ഒരു സത്യവാങ്മൂലമാണ്. ഒരു സ്റ്റാമ്പ് പേപ്പറിലാണെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇനീഷ്യലിന്റെ വികസിത രൂപം തെളിയിക്കുന്നതിനായിട്ടുള്ള രേഖ, അത് കുട്ടിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം. നോർമലി ഉണ്ടാവാത്ത കേസുകളാണെങ്കിൽ പാരന്റിന്റെ പാസ്പോർട്ട് പോലുള്ള കേസുകൾ നമുക്ക്, അല്ലെങ്കിൽ പാരന്റിന്റെ അഡ്രസ് പ്രൂഫ് വെച്ചിട്ട് നമുക്ക് ഇത് കൊടുക്കാം. ഇതിലേക്കുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ടഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ PDF ഫോർമാറ്റിലോ JPEG ഫോർമാറ്റിലോ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ടോട്ടലി നമ്മൾ അടക്കേണ്ട തുക എന്നുള്ളത് 62 രൂപയായിരിക്കും. എന്തിനൊക്കെയാണ് തുക എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. സർവീസ് ചാർജ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങിക്കേണ്ടതാണ് നിങ്ങൾ. അതിനുശേഷം നെക്സ്റ്റ് പോവുക. ഇവിടെ ഒരു കൺസെന്റ് ബോക്സ് ആണ്. കൺസെന്റ് ബോക്സ് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ടിക്കറ്റ് കൊടുത്ത് ചിത്രത്തിലുള്ള കോഡ് കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള പേജ് വരും. പേയ്മെന്റ് ഭാഗത്ത് നമുക്ക് എത്രയാണോ ആവശ്യപ്പെടുന്ന തുക കൃത്യമായിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് വഴി കംപ്ലീറ്റ് ചെയ്യുക. ശേഷം ലഭിക്കുന്ന കൈപ്പറ്റ് രസീത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. ഇതാണ് നോർമലി ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇനീഷ്യല് ചേർക്കേണ്ട, തിരുത്തേണ്ട, എക്സ്പെൻഷൻ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യുന്ന ഓൺലൈൻ പ്രൊസീജിയർ എന്നുള്ളത്.